എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. എല്ലാ മാന്യപ്രേക്ഷകർക്കും വെറുതെ അല്ല ഭർത്താവിലേക്ക് സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിലെ മെയിൻ കണ്ടസ്റ്റന്റ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഗഫൂർ ആണ്. നമുക്ക് അവരെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഈ വലിയ പെരുന്നാൾ ഇങ്ങോട്ട് വന്നാല് 33 കൊല്ലവും 1 മാസവും 13 ദിവസവും. ഇല്ല ഇല്ല 32 12 ആവുള്ളൂ. എന്താ ഗഫൂർക്ക, ഏതാ ശരി? സംശയിക്കണ്ട, നമ്മള് പറഞ്ഞ എന്നാണ്. ഓക്ക് കണക്കൊന്നും അറിയൂലെന്ന്. 3 എത്രാന്ന് മാഷ് ചോദിച്ചപ്പോ 33 പറഞ്ഞോളാ ഓള്. വലിയ കണക്കപ്പുള്ള. 10 പോയാൽ എത്രയെന്ന് ചോദിച്ചപ്പോ 0 പറഞ്ഞ കേമനാ. നിങ്ങൾ തമ്മിൽ ലഹളകൾ ഉണ്ടായിട്ടുണ്ടോ? അള്ളാന്റെ കൃപ കൊണ്ട് ഇതുവരെ എല്ലായിനും. ഇപ്പൊ തങ്ങൾ തുടങ്ങിയച്ച്. ഗഫൂർക്ക മദ്യപിക്കാറുണ്ടോ? ഇല്ല, ലെവലേഴ്സ് അല്ലാന്ന്. എന്തിനാ മനസ്സിലായി കണ്ട ആൾക്കാരെ മുമ്പിൽ വെച്ച് കള്ളത്തരം പറയുന്നത്? അള്ളാനെ സുറാവിയെ മുറത്ത് കയറി കൊത്തർത്തിക്ക്. ചോദിക്കാനുള്ളത് ഓല് ചോദിച്ചോളൂ, ഈ മുണ്ടാണ്ടിരുന്നാ മതി. എന്റെ ചോദ്യത്തിനിടയ്ക്ക് സൂറാബി ഇടപെടണമെങ്കിൽ നിങ്ങൾ പറഞ്ഞത് കളവായിരിക്കണം, അല്ലേ ഗഫൂർക്ക? നമ്മള് നിഷേധിക്കുന്നില്ല. ഒരു ദിവസം കുറച്ച് ടേസ്റ്റ് നമ്മൾ നോക്കിനു. ഒരു ദിവസോ? ഡെയിലി ഇത് തന്നെയാ പരിപാടി. മൊത്ത തങ്ങളെ ഇവളെ വാക്കൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. ധൈര്യല്ലാന്ന്. വല്ല വീക്കിലെയോ അല്ല മന്തിലെയോ അത്രക്കെ ഉള്ളൂ. എന്നാലും നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണ്. എന്ത് തേങ്ങാ പിണ്ണാക്കിലെ സ്നേഹോ! ഇന്ന് വരെ മനുഷ്യൻ ഒരു സാരി എനിക്ക് വാങ്ങി തന്നിട്ടില്ല. പോട്ടെ, ഒരു ചുരിദാർ അല്ലെങ്കിൽ ഒരു നൈറ്റി എങ്കിലും. ഉണ്ടല്ലടി കള്ള സൈത്താനെ. പറച്ചോനെ മാറണ ഓളൊരു വർത്താനേ. സാരി കൊടുക്കൂല, ചുരിദാറും നൈറ്റ് ആർക്കെങ്കിലും കൊടുക്കും. പിന്നെ നീ ഇട്ട് നടക്കുന്ന കാച്ചിയും കുപ്പായും ആരാണ്ടി എനിക്ക് വാങ്ങി തന്നത്? നിങ്ങൾ വാങ്ങി തന്നതിന്റെ 10 ഇരട്ടി ഞാൻ അങ്ങോട്ട് തന്നിട്ടില്ലേ? അപ്പോ സുഹറാത്ത ഗഫൂർക്കയ്ക്ക് ഡ്രസ് എടുത്തു കൊടുക്കാറുണ്ടോ? എന്റെ 5 ആങ്ങളമാരും ഗൾഫിലാ. ഓല് വരുമ്പം മൂപ്പർക്ക് മൊബൈല്, വാച്ച്, കുപ്പായത്തുണി, സ്പ്രേ. മൂപ്പരോ അതൊക്കെ വിറ്റ് പൈസയാക്കും. ഒക്കെ മൂപ്പര് ജോളി അടിക്കും. ഈ പറഞ്ഞ 33 കൊല്ലവും ദിവസം 3 നേരം ആരാണ്ടി എന്റെ അണ്ണാക്ക് കുത്താൻ തരുന്നത്? എന്റെ വാപ്പ കോയ മൊയ്തീനോ? മാണ്ട, എന്റെ മരിച്ചുപോയ ബാപ്പാനെ പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞ എന്താക്കും? എന്താ ഇത് ചെറിയ കുട്ടികളെ പോലെ? പോട്ടെ, സാരമില്ല. തലയില് വെച്ചാ തേങ്ങ വീഴും, തറയില് വെച്ചാ പാമ്പ് കടിക്കുമെന്ന് പറഞ്ഞ് എടുത്തോണ്ട് വളർത്തിയത് എന്റെ ബാപ്പ. ആ ബാപ്പാനെയാണ് ഇയാള്. എന്നാലും നിങ്ങൾ ഭാര്യയുടെ അച്ഛനെ വിളിച്ചതൊന്നും ശരിയായില്ല. അത് ശരി. അപ്പൊ നിങ്ങൾ പെണ്ണുങ്ങളൊക്കെ ഒന്നായില്ലേ? എന്നാലൊന്ന് കേട്ടോളി. ഈ നിക്കണ സൂറാവി എന്റെ കെട്ടിയോളാണ്. ഓളെ ഞാൻ ചീത്ത പറയും, തല്ലും, വേണ്ടി വന്ന നമ്മള് കൊല്ലും. പാടി പോവാം. ഓക്കെ, ഫാന്റാസ്റ്റിക് പെർഫോമൻസ്. ഇനി നമുക്ക് മാർക്ക് ചോദിക്കാം. സോന? Wow, fantastic. 9.5 marks. ഞെട്ടിച്ച പെർഫോമൻസ് 10 മാർക്ക്. കലക്കൻ പെർഫോമൻസ് 9.5 മാർക്സ്. നല്ലോണം ആസ്വദിച്ചു, 10 മാർക്ക്. ടോട്ടൽ 40-ൽ 39 മാർക്ക്. വെരി ഗുഡ്. അല്ല, അപ്പൊ ഈ മാർക്ക് മാത്രമേ ഉള്ളൂ, നമുക്ക് സമ്മാനമൊന്നുമില്ലേ? 40-ൽ 40 മാർക്കും കിട്ടുന്നവർക്ക് 1 കോടി രൂപയുടെ വില്ലയാണ് സമ്മാനം. താങ്കൾക്ക് കേവലം 1 മാർക്കിനാണ് വില്ല നഷ്ടപ്പെട്ടത്. അടുത്ത തവണ ഇതിലും ഗംഭീരമാക്കണം. പറച്ചോനെ, പണി കിട്ടിയല്ലോ. 1 കോടിന്റെ ബില്ലാന്നൊക്കെ കേട്ടപ്പോ ഓളെ പറ്റി തൊള്ളേ തോന്നിയൊക്കെ വിളിച്ചു പറയുകയും ചെയ്ത്. ഇനിയിപ്പോ നാട്ടുകാരുടെ മുഖത്ത് നമ്മളങ്ങനെ നോക്കും. അല്ല പെങ്ങളെ, നമ്മൾ ഓളങ്ങ് കൊന്നുകഴിഞ്ഞാ ആ പറഞ്ഞ സമ്മാനം നമുക്ക് കിട്ടുവോ? നമ്മളെന്തിനും റെഡി.